രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. മാനവർക്കു വരം തൂക്കി എഴുന്നള്ളുന്നു. ബത്ലഹേമിൽ വന്നുദിച്ചൊരു കനകതാരം, യൂദയായിൽ കതിരുവീശിയ പരമദീപം. നിന്നിറങ്ങിയ ദിവ്യഭോജ്യം, മന്നിടത്തിനു ജീവനേകിയ സ്വർഗഭോജ്യം. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു. നാഗലോക നാഥനീശോ എഴുന്നള്ളുന്നു. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം. എല്ലാവരും ശബ്ദമുയർത്തി ആ രാജാതിരാജൻ, ആ ജ്ഞാനം തന്നെയായ കർത്താവ്, ആ പുതിയ നിയമം, ആ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പീഠാനുസഹനവും മരണവും സംസ്കാരവും ഉത്ഥാനത്തിലൂടെ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും നീതീകരിക്കുകയും ശക്തീകരിക്കുകയും മഹത്വീകരിക്കുകയും ചെയ്യുന്ന ആ അത്ഭുത രഹസ്യങ്ങൾ നമ്മളിലേക്ക് ഇതാ പ്രകാശിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ഈ പീഠാനുഭവത്തെക്കുറിച്ചുള്ള ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഈശോയോടൊപ്പം വരുവിൻ, നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം, അവനോടൊപ്പം പീഡ സഹിക്കാം. ലോകം മുഴുവനെയും രക്ഷിക്കുന്നതിന് വേണ്ടി, അനേകരുടെ പാപത്തിന് വിമോചനം കിട്ടുന്നതിന് വേണ്ടിയും, നമ്മുടെ തന്നെ ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും ദുരിതങ്ങളും കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, കർത്താവ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, പിതാവായ ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുത്രന് ഈ പീഠകൾ മുഴുവനും കൊടുത്തത്. എന്ന പോലെ നമ്മളെല്ലാവരും പുത്രൻ്റെ പോലെ തന്നെ ദൈവമക്കളാണ്. അതുകൊണ്ട് നമ്മളെല്ലാവർക്കും തന്നെ പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ, വേദനകൾ ദൈവം അനുവദിക്കുന്നത് ഒരു ശാപമല്ല, ഒരു ദൂഷ്യമല്ല, മറിച്ച് അത് ഈശോയുടെ വേദനയുടെ ഒരു നുള്ള് നമുക്ക് തരുന്നതാണ്. ആ ബോധ്യത്തോടു കൂടി ഈശോ കുരിശിൽ ആണി അടക്കപ്പെട്ടു. ആ സങ്കീർത്തനം നമ്മൾ കേട്ടു. യേശുവിന് 1000 വർഷം മുമ്പ് സങ്കീർത്തനത്തിലൂടെ പ്രവചിച്ചിരിക്കുകയാണ്. അവരെൻ്റെ കൈകാലുകൾ കുത്തിത്തുളയ്ക്കും, അവരെൻ്റെ അങ്കികൾ ഉരിഞ്ഞു മാറ്റും, അവരെൻ്റെ വസ്ത്രങ്ങൾക്ക് ചിട്ടിയിടും. അവനെ നഗ്നനാക്കിക്കൊണ്ട്, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്ത് അവഹേളിച്ചുകൊണ്ട്, അവനെ കൈകാലുകൾ ആണി അടിച്ചുകൊണ്ട് ഭയാനകമായ വേദന അനുഭവിപ്പിക്കുന്നത് മനുഷ്യരുടെ മുഴുവൻ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഈ കൊല്ലം പട്ടണത്തിലെ ഈ പള്ളി, കൈകെട്ടിയ ഈശോയുടെ പള്ളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കൈകെട്ടപ്പെട്ട ഈശോ, ഒരു തടവുകാരനാക്കപ്പെട്ട ഈശോ,
ഇതുപോലെ തന്നെ നമ്മളിൽ പലരുടെയും കൈ കെട്ടിയിരിക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ കുടുംബത്തിലെ അന്തരീക്ഷത്തിൽ നിസ്സഹായമായിട്ടുള്ള അവസ്ഥ, ഭർത്താവിൽ നിന്നും ഭാര്യയിൽ നിന്നും അമ്മായിയപ്പൻ മക്കളിൽ നിന്ന് വരെ തിരസ്കരണം അനുഭവിക്കുകയും വഞ്ചിക്കപ്പെടുകയും, ശരിക്കും വഞ്ചിക്കപ്പെട്ടു. ഈശോ സ്വന്തം അപ്പസ്തോലന്മാർ ഒറ്റിക്കൊടുത്തു, വഞ്ചിച്ചു. ഇതുപോലെയുള്ള വഞ്ചന നമുക്കുണ്ട്. അതെല്ലാം ഇപ്പോൾ ഈശോ അനുഭവിച്ച പീഡാസഹനത്തോട് ചേർത്തുകൊണ്ട്, കൈ വിരിച്ചു പിടിച്ച വേദന അനുഭവിച്ചുകൊണ്ട് നമുക്ക് ഈശോവിൻ്റെ പിന്നാലെ എന്ന ഗാനം ആലപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുഴുവനും ഈശോയ്ക്ക് സമർപ്പിക്കുക. മുഴുവനും സമർപ്പിച്ചുകൊണ്ട് പാടാം. കരയാൻ തോന്നുന്നവർ കരഞ്ഞുകൊണ്ട്, നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ദൈവം അറിഞ്ഞുകൊണ്ടാണ് അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചത്. നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഈ നൊയമ്പ് കാലഘട്ടത്തിൽ കുരിശിന്റെ വഴി നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ആ കുരിശ് നമ്മുടെ രക്ഷയാണ്, കുരിശ് നമ്മുടെ വിജയമാണ്, കുരിശ് നമ്മുടെ വിജയ പതാകയാണ്. കുരിശ് കഷ്ടത, കുരിശിന്റെ വഴി പ്രാർത്ഥനയിലൂടെ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ തിരസ്കരണങ്ങൾ, പുച്ഛിക്കപ്പെട്ട അനുഭവങ്ങൾ, അവഹേളനങ്ങൾ, ഇതെല്ലാമാണ് യഥാർത്ഥ കുരിശ്. ഒരിക്കൽ കൂടി അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്ന് നമുക്ക് കരമുയർത്തി ഒന്ന് സ്തുതിക്കാം. അതെല്ലാം ഈശോയെ പ്രതി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കുരിശുകളെയും ഞങ്ങൾ അഭിമാനത്തോടെ സ്വീകരിക്കുന്നു, അഭിമാനത്തോടെ സ്വീകരിക്കുന്നു. യേശുവിന്റെ കുരിശിനോട് ചേർക്കുന്നു. അവഹേളനങ്ങളെല്ലാം സ്വീകരിക്കുന്നു. എല്ലാ അവഹേളനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ അവഹേളനങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ തിരസ്കരണങ്ങളും ഞങ്ങൾ സ്വീകരിക്കുന്നു. വഞ്ചിക്കപ്പെട്ട അവസ്ഥയെ സ്വീകരിക്കുന്നു. കുറ്റപ്പെട്ട അവസ്ഥയെ, ചെയ്യാത്ത കുറ്റത്തിന് നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുള്ളത് സ്വീകരിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇതുപോലെ കുരിശിന്റെ ചുവട്ടിൽ മറിയം മാതാവ് നിന്നപ്പോൾ പാറ പിളർന്നു, ഭൂമി കുലുങ്ങിയെങ്കിലും കുലുങ്ങാതെ നിന്ന പരിശുദ്ധ അമ്മയെ പോലെ ശക്തി തരണമേ. ആത്മാവിന്റെ ശക്തി ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. ആത്മാവ് ഞങ്ങളിൽ കത്തി പടരണമേ. പരിശുദ്ധാത്മാവേ, കുരിശ് ചുമക്കാൻ ശക്തി തരണമേ. ജീവജലത്തിൻ അരുവിയായി ഒഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തി പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, 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 എന്നാത്മാവിൽ പടരണമേ. എന്നിൽ വാഴും ആത്മാവേ, എന്നാത്മാവിൽ പടരണമേ. കൈകൾ ഉയർത്തിയടിച്ചുകൊണ്ട്, എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. എന്നിൽ കത്തി പടരണമേ. കത്തി കത്തി പടരണമേ. കത്തി കത്തി പടരണമേ. ആത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ നിറയണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പടരണമേ. കത്തി കത്തി പടരണമേ. ജ്ഞാനം നൽകണമേ. 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 നമ്മുടെ ഭവനത്തിലുള്ള നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ, കടബാധ്യത, രോഗം, ഇവയെല്ലാത്തിനെയും സമർപ്പിച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്തോടെ എന്ത് ചോദിച്ചാലും, ഈ മലയോട് മാറാൻ പറഞ്ഞാലും അത് നടക്കും. വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നുവോ? കർത്താവിനെ എല്ലാം സാധ്യമാണെന്ന് വിശ്വസിക്കുന്നുവോ? അങ്ങനെ വിശ്വസിക്കുന്നവർ കരമുയർത്തുക. ഇതാ കർത്താവേ, ഈ ഉയർന്ന കരങ്ങളെല്ലാം അങ്ങ് ഏറ്റെടുത്തുകൊണ്ട് ആർപ്പുവിളികളോടെ നമ്മൾ തുതിച്ചുകൊണ്ട് ഇതാ മല മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ രോഗങ്ങളുടെ, കഷ്ടതകളുടെ, ദാരിദ്ര്യത്തിന്റെ, സാമ്പത്തിക പ്രശ്നങ്ങളുടെ, കുടുംബ പ്രശ്നങ്ങളുടെ, കുടുംബത്തിലെ സമാധാനമില്ലായ്മയുടെ മല മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരോരോരുത്തരുടെയും കുടുംബത്തിലുള്ള ഈ മല മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈയടിച്ച് സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മല മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗങ്ങളുടെ മല മാറട്ടെ. കുടുംബ പ്രശ്നങ്ങളുടെ മല മാറട്ടെ. നീ വിശ്വസിച്ചു
വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. നീ വിശ്വസിക്കുമെങ്കിൽ ദൈവമഹത്വം കാണും. ഞാൻ വിശ്വസിക്കുന്നു യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക. എല്ലാ കുടുംബത്തിലുമുള്ള എല്ലാ പ്രശ്നങ്ങളും ദൂരെ പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വൈകുന്നേരം മുതൽ കടപ്പുറത്ത് തുടങ്ങുന്ന കൺവെൻഷനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ബീച്ച് കൺവെൻഷൻ ഇന്ന് വൈകുന്നേരം മുതൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന കടപ്പുറത്തുള്ള സായാഹ്ന കൺവെൻഷനെ സമർപ്പിച്ചുകൊണ്ട് എല്ലാവരും സ്വതന്ത്രമായി സ്തുതിച്ച് കർത്താവേ, ഈ കൺവെൻഷന് ഒരുപാട് ജനങ്ങൾ വരുന്നതിനും അവരെല്ലാവരും യേശുവിൻ്റെ വിമോചനത്തിൻ്റെയും രക്ഷയുടെയും മഹത്വീകരണത്തിൻ്റെ അനുഭവം ജ്ഞാനം കൊണ്ട് നിറയുന്നതിനു വേണ്ടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് മുട്ടുകുത്തി സമാപന ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. സാദരം മാറി നിൽക്കൂ. ഇന്ദ്രിയങ്ങൾ കേഴും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നേകജാതനും സ്തോത്രമുണ്ടാകണമെന്നുമെന്നും പാവനാത്മാവിനും ഔവിധം നിസ്തുല സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാഭമായ കുദാശനങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിനെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം
ശോഭിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. പ്രൈസ് ദ ലോർഡ്. നാളെ ഇന്നത്തെ പോലെ നേരത്തെ വരിക. 4 മണിക്ക് 4 മണിക്ക് രാവിലെ എണിക്കുമല്ലോ. 4 മണിക്ക് എണിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ കിടക്കണം. ഒരു 10 മണി 10:30 ആകുമ്പോൾ കിടക്കണം. ഏർലി ടു ബെഡ്, ഏർലി ടു റേസ്. ഇത് നിങ്ങൾ പാലിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് ഒഴുകുന്ന ഈ ജ്ഞാനം എവിടെ ചെല്ലുവത്? യേശയ്യാ 59:21 പറയുന്നത് ഇതാണ്: ഞാൻ നിങ്ങളിലേക്ക് നൽകിയ എൻ്റെ ആത്മാവും എൻ്റെ വചനവും നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ സന്തതികളിലേക്കും അവരുടെ കുഞ്ഞുമക്കളിലേക്കും ഒഴുകും. സ്നേഹമുള്ള അമ്മമാരെ, ഞാനും ഒരു കുടുംബസ്ഥനാണ്. നമ്മുടെ അടുത്ത തലമുറകളും അതിൻ്റെ അടുത്ത തലമുറകളിലേക്കും ദൈവജ്ഞാനം ഒഴുകിയാൽ മാത്രമേ അവർക്ക് വെളിവ് കിട്ടുകയുള്ളൂ, ഇല്ലേ? ഇതൊരേ ഒരു വഴിയേ ഉള്ളൂ. അതുകൊണ്ട് നാളെ മുതൽ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കുക. നാളെ നിങ്ങൾ നേരത്തെ വരിക. ഇനി ഇത് കഴിഞ്ഞിട്ട് ആരും പ്രാർത്ഥിക്കാൻ വരണ്ട. ഞങ്ങൾ ഉടനെ ഇവിടുന്ന് ഓടണം കടപ്പുറത്തേക്ക്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ. കടപ്പുറത്ത് ഒരുപാട് പേരിന്ന് വൈകുന്നേരം തടിച്ചു കൂടണം. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കടപ്പുറത്ത് ഈശോ കടപ്പുറത്ത് വചനം പ്രഘോഷിച്ച പോലെ നമ്മളിന്ന് കടപ്പുറത്ത് വചനം പ്രഘോഷിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് അസൂയ തോന്നുന്നുണ്ടാവും. ഒരു കുഴപ്പമില്ല, അങ്ങോട്ട് പോരെ. നിങ്ങളെല്ലാവരും കടപ്പുറത്ത് വായോ. അങ്ങനെ കടപ്പുറത്ത് ഈശോ കടപ്പുറത്ത് നിന്ന് വചനം പ്രഘോഷിച്ച പോലെ കടപ്പുറത്ത് വചനം പ്രഘോഷിക്കപ്പെടുകയാണ്. പ്രൈസ് ദ ലോർഡ്. നമുക്ക് പ്രാർത്ഥനയിൽ വെളുപ്പിന് 4 മണിക്ക് കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു. എല്ലാവരും വേഗം ഓടിക്കോളൂ. പ്രൈസ് ദ ലോർഡ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുള്ള